ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അവർ തന്നെ വെള്ളുന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളെ നമ്മൾ ഇതുപോലത്തെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ ജൂലൈ 25. അപ്പോൾ അന്നത്തെ ചെറിയൊരു വ്ളോഗ് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് നമ്മൾ തന്നെ അടുക്കളയിൽ വന്ന് വീട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് നമ്മൾ ചപ്പാത്തിയും ബീഫും ഉരുളക്കിഴങ്ങും ഇട്ടുള്ള കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് സേമിയ പായസമാണ്. ഇവാനിയമ്മൾക്ക് ഇഷ്ടം സേമിയ പായസം ആയതുകൊണ്ടാണ് അത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കുള്ള ചപ്പാത്തി ഒരു സൈഡിൽ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്, മറു സൈഡിൽ നമ്മുടെ പായസവും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചപ്പാത്തി കഴിക്കാനുള്ള കറിയും ഒരു സൈഡിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കുമാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ബർത്ത്ഡേ എന്നും പറഞ്ഞ് നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തന്നെ പണിയെടുത്താലാണ് വീട്ടിലുള്ള എല്ലാവർക്കുള്ള ഭക്ഷണം റെഡി ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കുള്ള ചപ്പാത്തിയും കറിയും പായസവും ബിരിയാണിയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ എല്ലാം റെഡിയാക്കാമെന്ന് കരുതി. കുറേ സമയം ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഉച്ചകലത്തെ ഭക്ഷണം കഴിച്ചാലാണ് സുഖം ഉണ്ടാവും, ഒരു മനസ്സുഖം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ എല്ലാവർക്കുള്ള ഭക്ഷണം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കുള്ള ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. കാര്യം ഇപ്പോൾ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വലിയൊരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ വിശ്വാസം അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങനെ കാലത്ത് എല്ലാവർക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ബീഫും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ബീഫ് ഞാനിവിടെ വേവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് ബിരിയാണി മാത്രമാണ് തയ്യാറാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ചൂട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുക്കറിൽ അങ്ങനെ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം എന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം അപ്പോൾ ഇവാനിയമോള് വന്ന് എൻ്റെ ബിരിയാണി പ്ലേറ്റിൽ മല്ലിയിലയും എല്ലാം ഇട്ട് അവളുടെ ബോറടി മാറ്റാനുള്ള പരിപാടികൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ പ്ലേറ്റ് അവൾക്ക് ഇട്ട് വെച്ച് കൊടുത്തിരിക്കും. ഒരു സന്തോഷമല്ലേ, അങ്ങനെ അത് അവൾ ഒരുക്കിക്കോട്ടെ എന്ന് കരുതി എൻ്റെ ആ ഒരു പാത്രം അവിടെ വെച്ച് കൊടുത്തേക്കാണ്. ബാക്കിയുള്ളവരുടെ ഭക്ഷണമൊക്കെ അവർ വിളമ്പി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് ബിരിയാണിയും അതുപോലെ ബീഫും ഒരു എഗ്ഗും സർലസും അച്ചാറായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ്. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ പോയി നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈലൈറ്റ് മാൾ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ റെഡി ആയതിനു ശേഷം ഹൈലൈറ്റ് മാളിലേക്ക് പോകാനുള്ള റെഡിയാണ്. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അവൾ പൂച്ചയാണ്, പൂച്ചയ്ക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഓരോ രംഗങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയെങ്കിലും നമ്മൾ വീഡിയോസ് എടുത്തത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് എടുത്തത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ഈ ഒരു രീതിയിലല്ല വീഡിയോസ് എടുത്തത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് മാളിൽ പോയി കുറച്ച് നേരം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു. അതിനുശേഷം നമ്മുടെ അവിടെയുള്ള മോസിയിൽ പോയി അവിടെ നമുക്ക് ബർത്ത്ഡേക്കാർക്ക് ഐഡൻറ്റി കാർഡ് കൊടുത്തു കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫെയിലൂടെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിരുന്നു, അത് കഴിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റ് ലുലുമാളിൽ പോയിട്ട് അവിടെ നിന്ന് കേക്ക് വാങ്ങിച്ചു. വീട്ടിൽ എല്ലാവരും അത് ഷെയർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം എന്താ നമ്മുടെ ഇവാനിയമോൾ തലേ ദിവസം തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ അവൾ അവിടെ വെച്ച് അത് എനിക്ക് എടുത്ത് തന്നു. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഈ ഗിഫ്റ്റിൻ്റെ കവറൊക്കെ പൊളിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവൾ തന്നെ അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പൊളിച്ചതിന് ശേഷം ആ ഗിഫ്റ്റ് അവൾ എനിക്ക് എടുത്ത് തന്നു. പിന്നെ എൻ്റെ കൈമൊക്കെ കെട്ടി തന്നു. ഇതിൻ്റെ കളർ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. അവളുടെ കാശ് കൊടുക്കുന്നത്, കാശ് എടുത്തിട്ടാണ് അവൾ ആ ഒരു ഗിഫ്റ്റ് എനിക്ക് വാങ്ങിച്ചു തന്നത്. വാങ്ങിച്ചു തരുമ്പോൾ അവൾക്കും അതൊരു സന്തോഷമാണ്, കിട്ടുമ്പോൾ അത് എനിക്കും ഒരു സന്തോഷമാണ്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു വാച്ച്, അതുപോലെ ബാഗ്, പിന്നെ വേറെ എന്തോ ഡ്രസ്സോ അങ്ങനെ എന്തോ ഒക്കെ 2-3 കൂട്ടം എനിക്ക്, പിന്നെ ലഡ്ഡു, അതൊക്കെ കഴിഞ്ഞ കൊല്ലം എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊല്ലം നമ്മൾ ഈ ഒരു വാച്ചിൽ ഒതുക്കി. അപ്പോൾ അവളുടെ ഓർമ്മയിലും അതൊരു നല്ല ഒരു ഓർമ്മയായിട്ട് ഉണ്ടാവും. അത് എനിക്ക് കിട്ടുമ്പോൾ അതും ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാത്തിലും ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. ഈ ഒരു വാച്ചിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആർക്കെങ്കിലും ഇത് ഓർഡർ ചെയ്ത് വാങ്ങിക്കണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. വളരെ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാച്ചാണ്. ഇഷ്ടപ്പെടുന്ന ലൈക്ക് കമൻറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.